ഇത് മൂന്നാം തവണയാണ് ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. കരസേനയുടെ 6 വിഭാഗങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായ പരേഡിൽ അണിനിരന്നു. കരസേനയുടെ ശക്തി അറിയിക്കുന്ന വിവിധ റെജിമെന്റുകളുടെ അഭ്യാസ പ്രകടനവും നടന്നു. നേപ്പാൾ സൈന്യത്തിന്റെ ബാൻഡും ചടങ്ങിലുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായ ജനറൽ KM കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കായാണ് കരസേനാ ദിനമായി ആചരിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സേനയുടെ പിറവി. ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യവും നാട്ടുരാജ്യങ്ങളിലെ സൈന്യവുമായി പിന്നീട് 1947 നാഷണൽ ആർമി ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. വിദേശാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുകയാണ് കരസേനയുടെ പ്രധാന ലക്ഷ്യം. പ്രകൃതി ദുരന്തങ്ങളിലും ഇന്ത്യൻ സേന രക്ഷാപ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങുന്നുണ്ട്. പുറത്തുനിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ കരസേന രാജ്യത്തെ സംരക്ഷിക്കുന്നു. പ്രധാനമായും 4 കരസേനയുടെ ദൗത്യത്തെ തരംതിരിക്കും. ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യൽ, സൈനിക കരുത്തുകാട്ടൽ, സമാധാന ദൗത്യങ്ങൾ, മാനുഷിക സഹായങ്ങൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ദൗത്യങ്ങൾ. പ്രതിരോധ ആയുധ സംഭരണം 2013 നിലവിൽ വന്നതോടെ തദ്ദേശീയമായും ആയുധങ്ങൾ വികസിപ്പിച്ചു തുടങ്ങി. യുദ്ധമുഖത്തിന് ആവശ്യമുള്ള വിധത്തിൽ സേനയെ ആധുനികവൽക്കരിക്കുകയാണ്. രാത്രിയിലും യുദ്ധം ചെയ്യാനുള്ള ശേഷി വികസിപ്പിക്കുന്നുണ്ട്. ആധുനിക തോക്കുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ എന്നിവ സംഭരിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ആയുധങ്ങൾക്ക് പുറമെ ഉയർന്ന ഗുണനിലവാരമുള്ള വാഹനങ്ങളും ആയുധങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള വസ്തുക്കളും എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.